നമസ്കാരം, എല്ലാവർക്കും TR ലേണിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം. ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ രാജ്യത്തിനും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ അടിസ്ഥാന നിയമസംഹിത എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഇതിൽ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്കറിയാം. ഈ കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദം അത് ഓർക്കുക. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഭരണഘടനയെ അഥവാ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഒരു അപരനാമമാണ് ലോ ഓഫ് ലാൻഡ്. ലാറ്റിൻ പദമായ കോൺസ്റ്റിറ്റ്യൂർ എന്ന പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോ ഓഫ് ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഓരോ പൗരന്മാർക്കും മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നത് നമ്മുടെ ഭരണഘടന വഴിയാണ്. ഓരോരുത്തർക്കും മൗലിക അവകാശങ്ങൾ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നത് ഭരണഘടന വഴിയാണ്. ഇനി ഭരണഘടന ലിഖിത ഭരണഘടനയുമുണ്ട്, അലിഖിത ഭരണഘടനയുമുണ്ട്. അതായത് ചില രാജ്യങ്ങൾക്ക് എഴുതപ്പെട്ട ഭരണഘടനയുമുണ്ട്, ചില രാജ്യങ്ങൾക്ക് എഴുതപ്പെടാത്ത ഭരണഘടനയും നിലവിലുണ്ട്. ഇനി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ലിഖിതമാണ്, എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ, അതായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന. അപ്പോൾ ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഏറ്റവും ചെറുത് ആണ് അമേരിക്കയുടേത്. ഏറ്റവും വലിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യവുമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇനി PSC എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മൾ പഠിച്ചു. ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവും ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവും എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് അമേരിക്കൻ ഭരണഘടനയിലൂടെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ ഭരണഘടന നിലവില് 27 തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അതായത് അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് 27 തവണയാണ്. ഇതിൽ ഈ 27 ആദ്യത്തെ 10 എണ്ണമാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ ഭരണഘടന നിലവിൽ 27 തവണ അമെൻമെന്റ് ചെയ്തു. അതിൽ ആദ്യത്തെ 10 എണ്ണത്തിനെയാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അത്രയും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഈ ഭരണഘടനയാണ് ലോ ഓഫ് ലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടന ലിഖിതവുമുണ്ട്, അലിഖിതവുമുണ്ട്. എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെതാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ. എഴുതപ്പെട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടേത്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന നിലവിൽ 27 തവണ ഭേദഗതി വരുത്തി. അതിൽ ആദ്യത്തെ 10 എണ്ണത്തിനാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ലിഖിത ഭരണഘടനയുമുണ്ട്, അലിഖിതവുമുണ്ട്. അതായത് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങളും ഉണ്ട്, എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട്. ഇതിൽ PSC ചോദിക്കാറുള്ളത് കൂടുതലും എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനകൾ ചോദിച്ചിട്ടുണ്ട്. റെയറായിട്ട് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. SCERT പ്രകാരം നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന ഇന്ത്യ, അത് നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയും അമേരിക്കയും നമ്മൾ ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടെണ്ണം,
ഇന്ത്യ, അമേരിക്ക. മറ്റ് 3 എണ്ണമാണ് ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ. ഇനി എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ന്യൂസിലൻഡ്. പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ന്യൂസിലൻഡ്. ഈ 4 രാജ്യങ്ങളുടെ ഭരണഘടന എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ഇനി നമുക്കിത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് മറ്റേത് ഓപ്ഷൻ വഴി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന തന്നെ നമുക്ക് പഠിക്കാം. 2 എണ്ണം നമ്മൾ എന്തായാലും പഠിച്ചു, ഇന്ത്യയും അമേരിക്കയും. മൂന്നാമത്തേതാണ് ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക ആൻഡ് ബ്രസീൽ. നമുക്കൊരു കോഡ് രൂപത്തിൽ ഓർത്തിരിക്കുവാണെങ്കിൽ ഇന്ത്യയിലെയും അമേരിക്കയിലെയും എലികളെ, ഓസ്ട്രേലിയയുടെ എലിനെ എടുക്കാം, ഇന്ത്യയിലെയും അമേരിക്കയിലെയും എലികളെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കൊണ്ടുപോകണം. നമുക്ക് ഇന്ത്യയിലെയും അമേരിക്കയിലെയും എലികളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? നമ്മൾ എഴുതി, ലിഖിതം എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി സീൽ വെക്കണം. ഇന്ത്യയിലെയും അമേരിക്കയിലെയും എലികളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാൻ എഴുതി സീൽ വെക്കണം. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പാർലമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. ഗ്രീസാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം. അതുകൊണ്ട് തന്നെ ഈ ഗ്രീസിനെ വിശേഷിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന വിശേഷണമുള്ള രാജ്യമാണ് ഗ്രീസ്. പാർലമെന്റുകളുടെ മാതാവാണ് ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലാണ് ഗ്രീസ്. ഇനി നമുക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് മാഗ്ന കാർട്ട. ഈ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്നാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. 1215 ജൂൺ 15. അത് ഈ 15 വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 1215 ജൂൺ 15-നാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ഇനി ഒപ്പുവെച്ചത് ജോൺ 2-ാമനാണ്. അത് റണ്ണിമേട് മൈതാനത്ത് വെച്ചിട്ടാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ഒന്നുകൂടെ നമുക്ക് ആദ്യം തൊട്ട് പറയാം. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-ന് ജോൺ 2-ാമൻ റണ്ണിമേട് മൈതാനത്ത് വെച്ചിട്ടാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല. നമുക്ക് ഏത് രീതിയിൽ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാണ് നമുക്ക് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടായത് എന്ന് നോക്കാം. അതിൽ ആദ്യത്താണ് റെഗുലേറ്റിംഗ് ആക്ട്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വന്നത് റെഗുലേറ്റിംഗ് ആക്ട് 1773. അതിന്റെ പ്രത്യേകതകൾ ഒരു 3 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അവയെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട്. 1773 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നൊന്ന് അതിന്റെ പ്രത്യേകതയായിരുന്നു, അതുവരെ ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം അത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ ആയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി നമ്മൾ ഇന്ന് കാണുന്ന സുപ്രീം കോടതി ആയിരുന്നില്ല ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1774 കൊൽക്കത്തയിലാണ് ആദ്യത്തെ സുപ്രീം കോടതി. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി വന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1774 അത് കൊൽക്കത്തയിലായിരുന്നു. ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയത് സർ എലീജ ഇംപെയാണ്. അപ്പൊ അത് സുപ്രീം കോടതി 1774 കൊൽക്കത്തയിൽ സ്ഥാപിതമായി. അതിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയത് എലീജ ഇംപെ. ഇന്ന് നമുക്ക് ഇത് ഒരെണ്ണം പഠിക്കാം.
നിങ്ങൾക്ക് പിറ്റ്സ് ഇന്ത്യ ആക്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ഇതിന്റെ ബാക്കി പഠിക്കാനുണ്ട്. അങ്ങോട്ട് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഇത് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, അവയെ നിയന്ത്രിക്കുക എന്നത് ഒരു ലക്ഷ്യമായിരുന്നു. മറ്റൊരു പോയിന്റ് ആണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. മറ്റൊന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി സ്ഥാപിതമായി. അത് 1774 കൊൽക്കത്തയിലായിരുന്നു. ഈ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയത് എലീജ ഇംപെയാണ്. താങ്ക് യു.